ഒരു വലിയ കാർഡിയോളജിസ്റ്റ്, ഒരുപാട് ആളുകളുടെ ജീവിതം അതിഭീകരമായി മാറ്റിമറിച്ച ഒരു ഡോക്ടർ. എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം എന്ന് തീരുമാനിച്ചത്? കഴിഞ്ഞ 29 കൊല്ലമായിട്ട് കാർഡിയോളജി പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ ജനങ്ങളുടെ കൂടെ ആയിരുന്നു. പക്ഷെ ഇവരുമായിട്ട് സംവാദം ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ മറ്റു പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനോ ഒരു ഡോക്ടർക്ക് കഴിയാറില്ല. നമുക്ക് രാഷ്ട്രീയ ചിന്തകൾ മാത്രമുള്ള ഘോരഘോരം പ്രസംഗിക്കുന്നവർ മാത്രം പോരാ, ചിന്തകൾ വേണം, വികസനത്തിന്റെ മുഖം വേണം, ദീർഘവീക്ഷണം വേണം. എന്തുകൊണ്ടാണ് പ്രൊഫഷണൽസ് വരാത്തതെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട്? ഭയമാണ്. എന്നോട് ആദ്യം ചോദിച്ചത്, ഡോക്ടർ ഇലക്ഷന് മത്സരിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ തോറ്റുപോയാൽ പിന്നെ ഡോക്ടറിന്റെ ആശുപത്രി പൂട്ടണ്ടേ? അപ്പൊ എന്തൊക്കെ ഡോക്ടറിന് നഷ്ടം ഉണ്ടാവും? ഉണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പൂട്ടും. ഞാൻ ബോംബെയിലെ ബ്രീച്ച് ക്യാൻഡിയിലെ കൺസൾട്ടന്റ് വരെയാണ്. എനിക്കൊരു ജോലി കിട്ടാൻ ഒരു ദിവസം പോലും വേണ്ട. നമുക്ക് ബാക്കപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഭയമില്ലാത്തത്. ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം പ്രത്യക്ഷപ്പെടുമ്പോൾ ആളുകൾ സ്വീകരിക്കണമെന്നുണ്ടോ? ഞാനൊരു രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്തിനാണ് UDF LDF സ്ഥാനാർത്ഥികൾ എന്നെക്കുറിച്ച് ബോധർ ചെയ്യുക, എന്നെക്കുറിച്ച് സൈബർ ആക്രമണം നടത്തും, എന്നെക്കുറിച്ച് അവർ എഴുതണം? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ശക്തനായ ഒരു എതിരാളി അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും മൈൻഡ് ചെയ്യും? ഞാൻ ഏകദേശം 18,000-ലധികം പേർക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. ഹരിയാനയിലെ 4 സിവിൽ ഹോസ്പിറ്റലുകൾ 50,000 രൂപയ്ക്ക് ബലൂൺ ശസ്ത്രക്രിയ ചെയ്യുന്ന ആളാണ്. ഏകദേശം 6,000 മുതൽ 7,000 പേർക്ക് ചെയ്യുന്നത് വഴി കഴിഞ്ഞ 8 കൊല്ലങ്ങളായിട്ട് ഏകദേശം 75,000 രൂപ പെർ പേഷ്യൻറ്റിന് സേവ് ചെയ്ത് 260ഓളം കോടി രൂപ ഹരിയാനയിലെ ഗവൺമെൻറ്റിന് ഉണ്ടാക്കി കൊടുത്ത ആളാണ്. എല്ലാവരും പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ ഡോക്ടർ വളരെ വ്യത്യസ്തമായി ഒരു കാർഡിയോ ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലാണെന്ന് കണ്ടു. അതെൻ്റെ തൊഴിലല്ലേ? എൻ്റെ ജോലി എന്ത് എന്ന് ചോദിച്ചാൽ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് എന്നല്ല പറയേണ്ടത്. എൻ്റെ ജോലി എന്ത് എന്ന് ചോദിച്ചാൽ ഞാനൊരു ക്ലാർക്കാണെന്നോ ഞാനൊരു ഡോക്ടറാണെന്നോ എഞ്ചിനീയറാണെന്നോ പറയുക. ഇത് കഴിഞ്ഞിട്ടുള്ള 4 മണിക്കൂർ 5 മണിക്കൂർ ജനസേവനത്തിൽ ഉപയോഗിക്കുന്നവനാവണം രാഷ്ട്രീയക്കാരൻ. അതുകൊണ്ടാവണം BJP എന്ന പ്രസ്ഥാനം ഒരുപാട് പ്രൊഫഷണൽസിനെ മുന്നോട്ട് വരാൻ പറയുന്നത്. കൊല്ലത്തൊരു MLA ആയി എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? എല്ലാ 6 മാസത്തിലും ഒരു കശുവണ്ടി ഫാക്ടറി ഓപ്പൺ ആക്കി അവർ പങ്കാളിയാകുന്ന ഒരു കാര്യം. തീരദേശ മേഖലയിൽ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ ഞാൻ സെൻട്രൽ ഗവൺമെന്റ് വഴി ഇംപ്ലിമെന്റ് ചെയ്യും. 9 കിലോമീറ്റർ ദൂരത്തിൽ യാത്ര ചെയ്യുന്ന ഒഴിവാക്കി പ്രാക്കുളത്തെ മെയിൻ സ്ഥലവുമായി ബന്ധിപ്പിക്കാൻ പറ്റുക. ടൂറിസം മേഖലയ്ക്കുള്ള സാധ്യത വികസിപ്പിച്ച് ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. നമ്മൾ കേരള രാഷ്ട്രീയത്തിലേക്ക് ഈ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ പ്രവണത മനസ്സിലാക്കാം. ഒരുപാട് പ്രൊഫഷണലുകൾ, വിവിധ മേഖലകളിൽ നിന്നുള്ളവർ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നു. ഈ ഒരു പുതിയ പ്രവണതയ്ക്ക്, ഈ ഒരു പോസിറ്റീവ് പ്രവണതയ്ക്ക് ആക്കം കൂട്ടുകയാണ് കൊല്ലം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ പ്രതാപ് കുമാർ N. വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡോക്ടർ. ഒരു വലിയ കാർഡിയോളജിസ്റ്റ്, ഒരുപാട് ആളുകളുടെ ജീവിതം രക്ഷപ്പെടുത്തിയ, ജീവിതം അതിഭീകരമായി മാറ്റിമറിച്ച ഒരു ഡോക്ടർ, അത്തരത്തിലൊരു പ്രൊഫഷണൽ ഇരുന്നുകൊണ്ട് എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി മത്സരിക്കണം എന്ന് തീരുമാനിച്ചത്? നമ്മൾ ഈ കഴിഞ്ഞ 29 കൊല്ലമായിട്ട് കാർഡിയോളജി പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ ജനങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ. ഇപ്പം ജനങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങളില്ലേ, അവർ പറയുന്ന ചില കാര്യങ്ങളില്ലേ, ഇതൊക്കെ നമ്മളെയൊക്കെ സ്പർശിച്ചിട്ടുണ്ട്, നമ്മളെയൊക്കെ തട്ടിയിട്ടുണ്ട്, നമ്മളെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരുമായിട്ട് സംവാദം ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ മറ്റു പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനോ ഒരു ഡോക്ടർക്ക് കഴിയാറില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ ഇതെത്തിപ്പറ്റാവുന്ന രാഷ്ട്രീയ മേഖലകൾ വിരളമാണ്. നമ്മൾ കഴിഞ്ഞ 10-15 കൊല്ലങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു വികസനത്തിൻ്റെ പാത തെളിയിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. MD മെഡിസിൻ ഞാൻ പഠിച്ചത് BJ മെഡിക്കൽ കോളേജിലാണ്. അന്ന് ചിമൻഭായ് പട്ടേൽ, മാധവ് സിംഗ് സോളങ്കി ഉള്ളവരൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കാണുന്ന ഒരു വിശേഷം എന്ന് പറയുന്നത് ഒരു അണ്ടർ ഡെവലപ്ഡ് സ്റ്റേറ്റ് ആയിരുന്നു. അതിനുശേഷം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നരേന്ദ്രമോദി അവിടെ മുഖ്യമന്ത്രിയാകുന്നതും 15 കൊല്ലം ഭരിക്കുകയും പിന്നെ ഇപ്പം നമ്മൾ കാണുന്ന ആ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൻ്റെ അവസ്ഥ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന വികാസമാണ്. ഞാനൊക്കെ അന്ന് നിങ്ങൾക്ക് അറിയാവുന്ന അറിയത്തില്ല, ട്രിവാൻഡ്രം രാജ്കോട്ട് എക്സ്പ്രസ് ഒരു എക്സ്പ്രസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അഹമ്മദാബാദ് രാജ്കോട്ടിൽ പോകാനായിട്ട് 8 hours എടുക്കുന്നത്. ഇന്ന് നല്ല വികാസം ചേർന്ന വന്ന റോഡുകളിലൂടെ നമുക്ക് 4 മണിക്കൂർ രാജ്കോട്ടിൽ കാറിലെത്താം.
അപ്പോൾ ഇത് നമുക്ക് അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കിയൊരു മനുഷ്യനാണ്. അതേ അദ്ദേഹം തന്നെ നമ്മുടെ ദേശീയ തലത്തിലെത്തിയപ്പോൾ ഭാരതത്തിനുണ്ടായ മാറ്റം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചുമ്മാതെ വിമർശിക്കുന്നതിന് അല്ലാതെ വ്യക്തമായി ധാരണകളോടെ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ലെങ്കിൽ പോലും നമ്മൾ അറിയാതെ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇദ്ദേഹം നമുക്കൊരു മാതൃകയാണ്. അപ്പോൾ ഈ വികസനത്തിൻ്റെ മാതൃക പറ്റുന്ന ഒരാൾക്ക് മാത്രമേ നമ്മളെ പ്രചോദിപ്പിക്കാൻ പറ്റൂ. അതവിടെ നിൽക്കട്ടെ. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽസിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് രാഷ്ട്രീയ ചിന്തകൾ മാത്രമുള്ള ഘോരഘോരം പ്രസംഗിക്കുന്നവർ മാത്രം പോരാ. ചിന്തകൾ വേണം, വികസനത്തിൻ്റെ മുഖം വേണം, ദീർഘവീക്ഷണം വേണം. ഇത് പ്രൊഫഷണൽസിനുണ്ട്. പക്ഷേ ആ പ്രൊഫഷണലിൽ കുറച്ച് ജനനന്മയും സ്നേഹവും കൂടെ ചേർന്നാൽ ഉണ്ടാകാവുന്നൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് നമ്മുടെ എല്ലാ സ്വപ്നമാണ്. പലപ്പോഴും നമ്മളിതൊക്കെ വേണ്ടാന്ന് വെക്കുന്നത് നമ്മുടെ പ്രൊഫഷനെ ഇത് വല്ലാതെ ബാധിക്കുമോ എന്ന് പേടിച്ചിട്ടാണ്. ഇവിടെ ഒരു പ്രൊട്ടക്റ്റീവ് സിസ്റ്റം ഉണ്ട് അവിടെ. അതും നമ്മളുടെ ചിന്തകളും ഒരുമിച്ച് സമന്വയിപ്പിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ മുന്നിൽ വരുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ എതിർക്കണം? അതുതന്നെയാണ് ഞാൻ ഈ കാൻഡിഡേറ്റ് ആവാനുള്ള എനിക്കൊരു സാധ്യത വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതിന് വില്ലിങ് ആയി. കൊല്ലം ജില്ലയിലെ ഒരു പ്രമുഖ കാർഡിയോളജിസ്റ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കൊരു സംശയം വരും, വോട്ട് ചെയ്ത് ജയിപ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊരു നല്ല ഡോക്ടറെ മിസ്സാവുമോ എന്നുള്ളത്. അതിനെന്തായിരിക്കും ഡോക്ടർ മറുപടി കൊടുക്കുക? പണ്ടിരിക്കും ഒരു പേഷ്യൻറ്റിനെ തോന്നി ചോദിച്ചു, സാറിനെയാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റിക് കാണാൻ വന്നത്. എൻ്റെ ആശുപത്രിയിൽ 8 കാർഡിയോളജിസ്റ്റുകളുണ്ട്. അപ്പോൾ സാറ് എൻ്റെ ആൻജിയോഗ്രാം ചെയ്തത് മറ്റേ ഡോക്ടറാണ്. ആ ഡോക്ടർ മോശമെന്നല്ല പറഞ്ഞത്, പക്ഷെ സാറ് ആ ഡോക്ടർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിങ്ങളുടെ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. എനിക്കായിരുന്നു ഒരു അസുഖം വന്നാൽ ഞാൻ ആരെ കൊണ്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യിക്കും? അപ്പോൾ അത് ഡോക്ടറെ കൊണ്ട്. അപ്പോൾ എൻ്റെ ശരീരത്തിന് ചെയ്യാവുന്ന ഒരാളെ കൊണ്ടേ ഞാൻ ചെയ്യിച്ചോളൂ. ഞാൻ ഇവിടുന്ന് ഇറക്കി നിങ്ങൾ അപ്പുറത്തെ ആശുപത്രിയിൽ അവിടുത്തെ ഡോക്ടറെ അടുത്ത് പോകണമെന്നൊന്നും പറഞ്ഞില്ല. ഇത് വ്യക്തമായി എനിക്ക് ധാരണയുള്ളത് കൊണ്ടാണ് ഞാൻ ആൻജിയോഗ്രാം ചെയ്യാൻ പറഞ്ഞത്. ബാക്കി ഞാനല്ലേ ചെയ്തു. ഇത് നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രൊഫഷനകത്ത് നമ്മൾ ആദ്യം കാണേണ്ടത് നമ്മൾ മാത്രമല്ല ഇൻഡിസ്പെൻസിബിൾ. നമ്മളിതിൻ്റെ ഒരു ഭാഗമാണ്, ഒരു സിറ്റുവേഷൻ്റെ ഭാഗമാണ്. നമ്മൾ ഇരുന്നാൽ മാത്രമേ നടക്കൂ എന്ന വിചാരം തെറ്റാണ്. ഇത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, എങ്ങനെ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും? നമ്മളുടെ ടൈം മാനേജ്മെൻറ്റ് എന്നൊരു സാധനമുണ്ട്. നമ്മൾ വ്യക്തമായിട്ട് ആലോചിച്ചാൽ ഒരു മനുഷ്യൻ കൃത്യമായി ജോലി ചെയ്യുന്ന എത്ര മണിക്കൂർ എന്നുള്ളത് ഒരു 4 മുതൽ 6 അല്ലെങ്കിൽ 8 മണിക്കൂർ. ബാക്കി നമ്മുടെ കയ്യിൽ 16 മണിക്കൂറുകൾ ബാക്കിയാണ്. നമ്മൾ യൂട്ടിലിറ്റി ടൈം ഉണ്ടല്ലോ, അത് നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരാളിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, BC റോയ് എന്ന ഡോക്ടർ ഉണ്ടായിരുന്നു. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഡോക്ടർമാരിൽ ഒരാളായിരുന്നു. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിലുള്ള ആളാണ്. ഇത് രണ്ടും ഒരേ സമയത്ത് അത് നടത്തിയത്. രാവിലെ 6 മുതൽ 8 മണി വരെ എല്ലാ ദിവസവും രോഗികളെ നോക്കുമായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത്. അപ്പോൾ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അത് വേണ്ടാന്ന് അദ്ദേഹം വെച്ചില്ല. നമ്മുടെ പ്രൊഫഷണൽ ജോലിക്ക് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യമെടുത്താൽ ഒരു 12 മുതൽ 15 ദിവസമാണ് ഞാൻ എൻ്റെ കൊല്ലത്ത് ആശുപത്രി ജോലി ചെയ്യുന്നത്. ഇന്ത്യയിലെ 19 സംസ്ഥാനങ്ങളിൽ വിവിധ മെഡിക്കൽ കോളേജുകളിൽ ഞാൻ അതിസങ്കീർണ ബലൂൺ ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അവിടെ പോയി ചെയ്യാറുണ്ട്. ഞാൻ എല്ലാ മാസവും ഒരു ദിവസം ബോംബെയിൽ പോവും, എല്ലാ മാസവും ഒരു ദിവസം ബാംഗ്ലൂർ പോവും, എല്ലാ മാസവും ഒരു ദിവസം മൈസൂർ പോവും, എല്ലാ മാസവും ഒരു ദിവസം മംഗലാപുരത്ത് പോവും, എല്ലാ മാസവും ഒരു ദിവസം കാലിക്കറ്റിൽ പോവും. ഇത് കൂടാതെ ഈവൻ 2 മാസം മുമ്പ് ഇറാഖ് യുദ്ധത്തിന് മുമ്പ് ഇറാഖിലെ ബാഗ്ദാദിൽ 3 ദിവസം പോയി. അവരെന്നെ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ പല ഏകദേശം 19 രാജ്യങ്ങളിൽ ഞാൻ ബലൂൺ ശസ്ത്രക്രിയ ചെയ്യാൻ പോകും. ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മുടെ സിസ്റ്റം നല്ലതാണ്, നമ്മളെ ബാക്കി ഡോക്ടർമാർ നല്ലതാണെങ്കിൽ അതിസങ്കീർണ ആൻജിയോപ്ലാസ്റ്റിക്ക് മാത്രമേ എന്നെ ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിമർശനാത്മകമായിട്ടൊന്ന് ചോദിക്കട്ടെ. അതായത് രാഷ്ട്രീയ രംഗത്ത് സ്ഥാനാർത്ഥിയാകുന്നവരെന്ന് പറയുന്നത് പൊതുവെ ഒരു ധാരണ എന്ന് പറയുന്നത് വർഷങ്ങളോളം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച് ആ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് നമ്മളൊരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം പ്രത്യക്ഷപ്പെടുമ്പോൾ ആളുകൾ സ്വീകരിക്കണമെന്നുണ്ടോ? ഞാനൊരു രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്തിനാണ് UDF LDF സ്ഥാനാർത്ഥികൾ എന്നെക്കുറിച്ച് ബോധർ ചെയ്യണം, എന്നെക്കുറിച്ച് സൈബർ ആക്രമണം നടത്തണം, എന്നെക്കുറിച്ച് അവർ എഴുതണം? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ശക്തനായ ഒരു എതിരാളി അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും മൈൻഡ് ചെയ്യും? നമ്മൾ എന്തിനു മൈൻഡ് ചെയ്യുന്നു? എൻ്റെ അടുത്ത ആശുപത്രിയിലെ ഡോക്ടർ വളരെ മോശം ഒരാളാണെങ്കിൽ ഞാൻ അയാളെക്കുറിച്ച് ചിന്തിക്കത്ത് പോലുമില്ല. അപ്പം നമ്മളെ കുറിച്ചൊരാൾ ചിന്തിക്കുന്നെങ്കിൽ മാങ്ങയുള്ള മാവിലല്ലേ എറിയത്തുള്ളൂ.
അപ്പം നമ്മൾ അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല, അതൊരു കാര്യമേ അല്ല. ഞാൻ ഏകദേശം 18,000-ലധികം പേർക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്, ഇവരുടെയൊക്കെ ജീവൻ രക്ഷിച്ച ഒരാളെന്ന നിലയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഉള്ളിൽ ജീവൻ രക്ഷിച്ചപ്പെട്ട മനുഷ്യൻ, നമ്മൾ എത്ര ദൂരെ ഇരുന്ന ആൾക്കാർ, എന്നെ കാണാത്തവർ എന്നെക്കുറിച്ച് കമൻറ്റ് പറഞ്ഞാലും അവരുടെ മുന്നിൽ അവരോടൊപ്പമുള്ള ഒരാളാണ്, അവരുടെ ഹൃദയം മനസ്സിലാക്കിയ ആളാണ്, അവരുടെ മനസാക്ഷിയിൽ ഞാനുണ്ട്. അവിടെ ജാതി രാഷ്ട്രീയം ഒന്നും ഒരു ബാധകത്തില്ല. ഞാൻ എവിടെയാണ് നിൽക്കുന്നത് പോലും നോക്കില്ല, അവരെന്നെ സഹായിക്കും. ഇത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ESI ഹോസ്പിറ്റലിൽ സാധാരണ ESIയിലെ സ്കീമിനേക്കാൾ 46% കൺസെഷനിൽ 12 കൊല്ലം ബലൂൺ ശസ്ത്രക്രിയ ചെയ്തു. അത് കൊല്ലം ESI ഹോസ്പിറ്റലാണ്. അതിൻ്റെ ഗുണമനുഭവിച്ചത് ഏകദേശം 4 ലക്ഷത്തോളം പേരാണ്. അല്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും ആശുപത്രി റെഫർ ചെയ്യും, അവർ പോകും, അവരുടേതല്ലാത്ത സ്ഥലത്ത് പോയി ചികിത്സിക്കപ്പെടും. ഇതൊന്നുമല്ല, ഏകദേശം 7,000-ഓളം പേരെ ഞാൻ ബലൂൺ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട് ഈ 12 കൊല്ലത്തിൽ, ചെറിയ റേറ്റിൽ. ഇതൊക്കെ കൺസെപ്റ്റിന് പുറത്തുള്ള സാധനമാണ് ഇന്ന് ചെയ്തത്. അന്ന് ഒരുപാട് രാഷ്ട്രീയക്കാർ, ഈ പറയുന്ന മുമ്പ് നിൽക്കുന്നവരില്ലേ, ഇവിടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടായതിനൊക്കെ അവിടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റും ഇല്ലാത്ത സമയത്താണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന രീതിയിൽ ഞാൻ തുടങ്ങിയത്. അന്ന് ഇവരെന്ത് പറഞ്ഞെന്നറിയോ, ഇവൻ ഒരു സ്വകാര്യ വ്യക്തിക്ക് തീരെഴുതി കൊടുത്തത്. എവിടെ ഇത് നിർത്തി, ഇവിടെ ഒന്നുമില്ല. ഇപ്പം ഞാൻ നിർത്തിയ ശേഷം ആ ആശുപത്രിയിൽ ഒന്നുമില്ല. ഇന്നും ഈ ജനങ്ങൾ വഴിയാധാരമായി യാത്ര ചെയ്യുക. അപ്പം നമ്മൾ ഈ വഴിയാധാരമായി യാത്ര ചെയ്തപ്പോൾ ആർക്കെങ്കിലും കുറവുണ്ടോ, വിഷമമുണ്ടോ? ഈ അറിഞ്ഞ ചികിത്സ കിട്ടിയ രോഗികൾ കരയുന്നതല്ലാതെ പ്രസംഗിക്കുന്ന ഘോരഘോരം പ്രസംഗിക്കുന്നവർ എവിടെയാണ് പോകുന്നത്? അവർ നേട്ടം നേടാനായിട്ട് സർക്കാർ ആശുപത്രിയിലല്ല പോകുന്നത്. അവർ പോകുന്നത് സർക്കാരിൻ്റെയോ എൻ്റെയോ നികുതി പണം കൊണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിലും ഇന്ത്യക്ക് അകത്തുള്ള അപ്പോളോ പോലത്തെ വലിയ ഹോസ്പിറ്റലിലും വൻ ചികിത്സ വാങ്ങിക്കുകയാണ് ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത്. അവിടെ നമുക്ക് മാറ്റമുണ്ടാക്കാൻ പറ്റും. ചികിത്സ, ആയുഷ്മാൻ ഭാരത് പോലെയുള്ള ചികിത്സാ രീതികൾ ഇന്ത്യയിലുള്ള സമയത്ത് അതിൻ്റെ 60% കോൺട്രിബ്യൂഷനും സെൻട്രൽ ഗവൺമെൻറ്റും 40% സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൊടുക്കുമ്പോൾ അതിന് ഉത്തമമായി പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഉണ്ടെന്നിരിക്കെ പോലും എന്തിന് ചികിത്സ നിഷേധിക്കണം? ഇന്ന് ആയുഷ്മാൻ ഭാരത് ചെയ്യാൻ കേരളത്തിലെ ഒരു ആശുപത്രിയും തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണ്? കടം 4-5 കോടിയാണ് ഓരോ ആശുപത്രി കൊടുക്കാനുള്ളത്. ഇവിടെ ഇവർ കിട്ടുന്ന പൈസ സാധാരണ ജനങ്ങളിൽ ഞങ്ങൾ കൊടുക്കുന്നു, ഞങ്ങൾ ചികിത്സിക്കുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും ഇത് ജനങ്ങളിലെത്തുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ യൂസറിന് ബെനിഫിറ്റ് ഇല്ലാത്ത ഒരു പ്രോജക്റ്റ് വರ್ತല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഇവർക്ക് ദിശാബോധം വേണം. അതവർക്കില്ല. അപ്പൊ പ്രചരണത്തിന് വളരെ കുറച്ച് ദിവസങ്ങളെ അവശേഷിക്കുന്നുള്ളൂ. എല്ലാവരും പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ ഡോക്ടർ വളരെ വ്യത്യസ്തമായി ഒരു കാർഡിയോ ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലാണെന്ന് കണ്ടു. എത്രയോ മണിക്കൂറുകളാണ് അതിനുവേണ്ടി മാറ്റിവെക്കുന്നത്. അപ്പോൾ ഇത്രയും തിരക്കിട്ട പ്രചരണങ്ങൾക്കിടയിൽ ഇത്തരം ഒരു ഓപ്പറേഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു സർജറിക്ക് വേണ്ടിയിട്ടും കൂടെ ഞാൻ സമയം കണ്ടെത്തണമെന്ന് ചിന്തിച്ചത് എന്തുകൊണ്ടായിരുന്നു? അതെൻ്റെ തൊഴിലല്ലേ. നമ്മൾ ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന സിനിമയുണ്ട്, അതിൽ അമല പോളും ഫഹദ് ഫാസിലും അഭിനയിക്കുന്നതാണ്. അതിലെ കഥ മുഴുവൻ തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ ആരാകണം എന്ന മെസ്സേജാണ്. അവർ പറയുന്ന കഥ എന്തെന്ന് വെച്ചാൽ, ഒരു ഫുൾ ടൈം രാഷ്ട്രീയമല്ല മഹാത്മാഗാന്ധി പോലും വിഭാവന ചെയ്തത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതുസേവനത്തിനുള്ള വഴിയാണ്. എൻ്റെ ജോലി എന്ത് എന്ന് ചോദിച്ചാൽ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് എന്നല്ല പറയേണ്ടത്. എൻ്റെ ജോലി എന്ത് എന്ന് ചോദിച്ചാൽ ഞാനൊരു ക്ലാർക്കാണെന്നോ ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥനാണെന്നോ അല്ലെങ്കിൽ കശുവണ്ടി ഫാക്ടറി ജോലി ചെയ്യുന്ന ഒരാളാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടറാണെന്നോ എഞ്ചിനീയറാണെന്നോ പറയുക. ഇത് കഴിഞ്ഞിട്ടുള്ള 4 മണിക്കൂർ 5 മണിക്കൂർ ജനസേവനത്തിൽ ഉപയോഗിക്കുന്നവനാവണം രാഷ്ട്രീയക്കാരൻ. അല്ലാതെ എൻ്റെ തൊഴിൽ രാഷ്ട്രീയമാണ്, എന്നിട്ട് ഞാൻ നിങ്ങളുടെ നിന്നെല്ലാം പൈസ പിരിച്ച് ജീവിക്കും എന്ന് പറയുന്നു, എനിക്ക് കിട്ടുന്ന ശമ്പളവും കൂടാതെ. അങ്ങനെ ജീവിക്കുകയോ അല്ലല്ലോ രാഷ്ട്രീയം. അതുകൊണ്ടാവണം BJP എന്ന പ്രസ്ഥാനം ഒരുപാട് പ്രൊഫഷണൽസിനെ മുന്നോട്ട് വരാൻ പറയുന്നത്. ഇവിടെ അവർക്ക് ജീവിക്കാൻ വഴിയുണ്ട്, ജീവിക്കാൻ ഇവർക്കും എല്ലാം വഴിയുണ്ട്. ഒരു കശുവണ്ടി തൊഴിലാളിക്കും രാഷ്ട്രീയ നേതാവാകാം, പക്ഷേ അയാൾ കശുവണ്ടി തൊഴിലാളിയാവണം. ജനങ്ങൾക്ക് ജനസേവനം ചെയ്യാൻ എനിക്കൊരു വഴിയാവണം. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം, ഇത് ചെയ്യാൻ ആശുപത്രി പോരെയെന്ന്. ആശുപത്രി കൊണ്ട് ചെയ്യാവുന്നത് ആരോഗ്യ സേവനം മാത്രമാണ്. അത് മാത്രമല്ല ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ മുഖമുദ്ര. അപ്പോൾ കൊല്ലത്തുനിന്ന് മത്സരിച്ച് വിജയിച്ച ഒരു MLA ആകുകയാണെങ്കിൽ തീർച്ചയായും ഈ ആതുര സേവന രംഗവും കൂടെ കൊണ്ടുപോകുമെന്ന് ഉറപ്പ് കൊടുക്കുമോ ജനങ്ങൾക്ക്? 100%. അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. ഞാനൊരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായിട്ട് നിങ്ങൾ എന്നെ കണക്കാക്കരുത്.
ഞാൻ നിങ്ങളിലൊരാളായിരിക്കും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ എനിക്കൊരു ഓഫീസ് ഉണ്ടാവും. ആ ഓഫീസിൽ ഡെലിഗേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ഞാൻ തന്നെ ചെയ്യണമെന്നില്ലല്ലോ എല്ലാം. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, എൻ്റെ ആൻജിയോഗ്രാം ചെയ്തത് വേറൊരാളല്ലേ. എനിക്ക് ഏറ്റവും നല്ല ചികിത്സ കിട്ടുക എന്നുള്ളതല്ലേ ഉദ്ദേശം. ഞാൻ പറഞ്ഞല്ലോ, എൻഡ് യൂസർ, ഇതാണ് എൻ്റെ പോയിന്റ്. അതിന് ചെയ്യാനുള്ള എല്ലാ വഴികളും ചെയ്യുന്നതൊപ്പം നമ്മളുടെ ഉദ്ദേശം എന്താണ്? ജനങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് 100 പേപ്പർ വാങ്ങിച്ചു വെച്ചിട്ട് ഹാരം അണിയിക്കപ്പെട്ടിട്ട് വീട്ടിൽ പോയി സുഖമായിരുന്നതെല്ലാം കത്തിച്ചു കളയുകയല്ലല്ലോ ചെയ്യേണ്ടത്. ഇത് നടത്താനുള്ള വഴികൾ കണ്ടെത്തുകയാണ്. അതാവണം ഒരു പൊളിറ്റീഷ്യൻ. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവരോട് അപ്പം തന്നെ പറഞ്ഞ് ഇതിനുള്ള സാങ്കേതികത്വം മനസ്സിലാക്കി നിങ്ങൾ ഇതിൻ്റെ പിറകെ നടന്നിട്ട് അർത്ഥമില്ല എന്ന് പറയുന്നവനാവണം. നോക്കാം എന്ന് പറഞ്ഞ് 5 കൊല്ലം കഴിയുമ്പം പറയുക, ഇനി നിങ്ങൾ എന്നെ ജയിപ്പിച്ചാൽ അടുത്ത 3 മാസത്തിൽ ചെയ്യാം എന്ന് പറയുന്നവനാവരുത് രാഷ്ട്രീയക്കാരൻ. രാഷ്ട്രീയക്കാർ ചെയ്യാവുന്നത് ചെയ്യാം, ചെയ്യാൻ പറ്റാത്തത് ചെയ്യത്തില്ല. നമ്മൾ അങ്ങനെ തന്നെയാവണം നമ്മുടെ ഉദ്ദേശവും. ഇത്രയും വർഷത്തിനിടയ്ക്ക് നമ്മൾ വളരെ തിരക്കിട്ട ജോലിയിൽ നമ്മുടെ കരിയറുമായിട്ട് നമ്മുടെ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഏത് പോയിന്റിലാണ് ഇത്തവണ മത്സരിക്കണം എന്നൊരു തീരുമാനം ഉണ്ടായത്? ശരിക്കും പറഞ്ഞാൽ BJPയുടെ ഒരു സ്റ്റേറ്റിൽ നിന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഡോക്ടർക്ക് മത്സരിക്കാൻ പറ്റുമോ? ഇതിനകത്ത് 2 കാരണങ്ങളുണ്ട്. ഞാൻ ഈ ESI ഹോസ്പിറ്റലിൽ ചെയ്ത സേവന കാര്യങ്ങൾ അതൊന്ന്, അതായത് ഞാൻ പറഞ്ഞില്ലേ 46% കൺസെഷന് 12 കൊല്ലം ഈ സ്ഥാപനത്തിൽ നടത്തിയ ഒരാളാണ് ഞാൻ. രണ്ടാമത്തത് ഹരിയാനയിലെ 4 സിവിൽ ഹോസ്പിറ്റലുകൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ 50,000 രൂപയ്ക്ക് ബലൂൺ ശസ്ത്രക്രിയ ചെയ്യുന്ന ആളാണ് ഞാൻ. ഇത് ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ സർക്കാരിൻ്റെ ഒരു ഏരിയ, ഞാൻ ഹോസ്പിറ്റലിനകത്തുള്ള ഏരിയ അവർ തരുന്നത്, അത് മാത്രമാണ് അവർ തരുന്നത്. അവിടുത്തെ മെഷീനറി, ഡോക്ടർമാർ എല്ലാം ഞാനാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ വർഷങ്ങളിലും ഏകദേശം 6,000 മുതൽ 7,000 പേർക്ക് ചെയ്യുന്നത് വഴി കഴിഞ്ഞ 8 കൊല്ലങ്ങളായിട്ട് 50,000 പേർക്ക് 50,000 രൂപയ്ക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏകദേശം 75,000 രൂപ പെർ പേഷ്യൻറ്റിന് സേവ് ചെയ്ത് 260ഓളം കോടി രൂപ ഹരിയാനയിലെ ഗവൺമെൻറ്റിന് ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ്. അപ്പോൾ ഈ സ്കീം ഞാനവിടെ ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. ഇതൊന്നുമല്ലാതെ തന്നെ നമ്മൾ ഈ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ടും എൻ്റെ വൈഫ് സേവാഭാരതിയുടെ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്, ഞാനതിൻ്റെ രക്ഷാധികാരിയാണ്. അപ്പം നമ്മൾ സേവാഭാരതി ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളിൽ ഞങ്ങളതിൻ്റെ ഭാഗമായിരുന്ന ഫലമായിട്ട് നമ്മൾ ഈ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുക, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, വഴി നിന്ന് പോകുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കുക, സേവന പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ സേവന പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്താലും, ഞങ്ങൾ മുമ്പ് ചെയ്ത സേവന പ്രവർത്തനങ്ങൾ സേവാഭാരതി വഴിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് കൃത്യമായി അതിൻ്റെ എൻഡ് യൂസറെ കണ്ടെത്താൻ പറ്റില്ല. നമ്മൾ പറ്റിക്കപ്പെടുകയാവാം. ഇതൊന്നും ഉണ്ടാവാതെ കൃത്യമായി സേവനം ചെയ്യാൻ യഥാർത്ഥ രാഷ്ട്രീയക്കാരന് പറ്റും. പക്ഷേ അവിടെ രാഷ്ട്രീയം തൊഴിലാക്കിയെടുത്ത് അതൊരു വരുമാന മാർഗമാക്കിയാൽ പറ്റില്ല. എന്തുകൊണ്ടാണ് പ്രൊഫഷണൽസ് വരാത്തതെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഭയമാണ്. ഭയം. എന്നോട് ആദ്യം ചോദിച്ചത്, ഡോക്ടർ ഇലക്ഷന് മത്സരിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമുള്ളവർ വിളിച്ചു ചോദിച്ചാണ്, ഇലക്ഷന് മത്സരിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ തോറ്റുപോയാൽ പിന്നെ ഡോക്ടറിൻ്റെ ആശുപത്രി പോട്ടണ്ടേ? ആരെങ്കിലും വരുമോ? ഡോക്ടർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബ്രാൻഡായി മാറില്ലേ? അപ്പോൾ എന്തൊക്കെ ഡോക്ടറിന് നഷ്ടം ഉണ്ടാവും? ഞാൻ പറഞ്ഞു, എന്ത് പറ്റും? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പൂട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു നല്ല കാർഡിയോളജിസ്റ്റാണ്. ഞാൻ ബോംബെയിലെ ബ്രീച്ച് ക്യാൻഡിയിലെ കൺസൾട്ടൻ്റ് വരെയാണ്. എനിക്ക് ജോലി കിട്ടാൻ പാടില്ല. തൽക്കാലം എൻ്റെ ആരോഗ്യ നിലവാരം ഇങ്ങനെയാണ്, എൻ്റെ ബുദ്ധി ഇതുപോലെ ഇരിക്കുകയാണെങ്കിൽ എനിക്കൊരു ജോലി കിട്ടാൻ ഒരു ദിവസം പോലും വേണ്ട. എനിക്ക് ജോലി വേണമെന്ന് ഞാൻ പറയാതെ തന്നെ എനിക്ക് ജോലി കിട്ടും. അപ്പോൾ അങ്ങനെ എനിക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്, നമുക്ക് ബാക്കപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഭയമില്ലാത്തത്. ഒരുപാട് പേരുടെ ഹൃദയം നോക്കുന്ന ഡോക്ടറാണ്. കൊല്ലത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ അവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? കേരളത്തിൽ കൊല്ലം എന്ന നഗരം വികസനത്തിൽ എത്ര മുന്നിൽ നിൽക്കുക? നിങ്ങളെല്ലാം കണക്കെടുത്ത് നോക്കിയാൽ കൊല്ലം എവിടെ നയിക്കും? 14 താഴെ എണ്ണിയാൽ അത് 1, 2, 3 ആവും. പക്ഷെ ആദ്യം മനസ്സിലാക്കേണ്ടത്, കൊല്ലമാണ് കേരളത്തിൽ ആദ്യമായി എയർപോർട്ട് ഉണ്ടായ സ്ഥലം. കേരളത്തിൽ ആദ്യമായി സീപോർട്ട് ഉണ്ടായ സ്ഥലം കൊല്ലമാണ്. കൊല്ലത്താണ് ഏറ്റവും നല്ല മൈതാനമുള്ളത്. കൊല്ലത്താണ് ബാക്ക് വാട്ടേഴ്സ് ഉള്ളത്. കൊല്ലമാണ് വ്യവസായത്തിൻ്റെ ഈറ്റില്ലമായിരുന്നത്. എല്ലാം കൊല്ലമായിരുന്നു. കൊല്ലം ഒരു തുറമുഖ നഗരമായിരുന്നു. പക്ഷേ ആർക്കറിയാം ഇന്ന് കൊല്ലം എന്താണ്? നമ്മൾ 5 കോർപ്പറേഷനിലുണ്ട്.
ഈ കോർപ്പറേഷനിൽ കൊല്ലത്തിൻ്റെ സ്ഥാനം 5-ാമതാണ്. കേരളത്തിലെ ജില്ലകളിലെ കൊല്ലത്തിൻ്റെ സ്ഥാനം താഴെ നിന്ന് 2-ഓ 3-ഓ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ താഴെ പോയ ഈ നഗരത്തിന് എന്താണ് പറ്റിയത്? ഇവിടെ ഉള്ള കശുവണ്ടി ഫാക്ടറികൾ മുഴുവൻ 2 രാഷ്ട്രീയ പാർട്ടികളും മത്സരിച്ച് പൊട്ടിച്ചു. ഈ നാട്ടിലെ ആഹാരം, ജനങ്ങളുടെ ആഹാരം ഇല്ലാതാക്കിയതാരാണ്? ഇവരാണ് അല്ലേ? ഈ നാട്ടിലെ ആരോഗ്യം, ആയുഷ്മാൻ ഭാരത് പദ്ധതി ഞാൻ പറഞ്ഞില്ലേ, അതിനെ നശിപ്പിച്ച് വെണ്ണീറാക്കി. അതിന് വേറൊരു പേരിട്ടു, കേരള ആരോഗ്യ സുരക്ഷാ പദ്ധതി. എവിടെ ചികിത്സ എവിടെ കിട്ടുന്ന ആൾക്കാർക്ക്? 3 നമ്മൾ പാർപ്പിടം ശരിക്കും പറഞ്ഞ ആവാസ് യോജന പദ്ധതി പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്റ്റ് ഉണ്ട്. ഇതിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇംപ്ലിമെൻ്റ് ചെയ്താൽ അത് അവരുടെ പദ്ധതിയാവും. ഇവിടുത്തെ ഹൈവേയും റെയിൽവേ സ്റ്റേഷനും പോലും ആരുടെ പദ്ധതിയാണ്? ഇവിടുത്തെ UDFൻ്റെ LDFൻ്റെ ആണെന്ന് പറയും. ആക്ച്വലി ചെയ്താൽ ഇതെല്ലാം ചെയ്യുന്ന സാധനങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മോട്ടോ എന്ന് പറയുന്നത് വികസനം എൻഡ് യൂസറിലെത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ നാട്ടിൽ തൊഴിലാളിക്ക് ഗുണമുണ്ടാവുന്ന രീതിയിൽ തൊഴിൽ ആളുകളെ ഉൾപ്പെടുത്തി ഉണ്ടാക്കാവുന്ന വികസന വ്യവസായ മേഖലകളെ ചിന്തിക്കുകയാണ് ഞാൻ. അത് ചെയ്യണമെങ്കിൽ സർക്കാരിൻ്റെ ഫണ്ടും MLA ഫണ്ടും CSR ഫണ്ടും വെച്ച് ഞാനിത് ചെയ്തിരിക്കും. തീർച്ചയായിട്ടും ഒരു ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം വളരെ ന്യൂട്രൽ ആയിട്ടായിരിക്കും പുറമേ കാണിക്കുക. അതിനുശേഷം പിന്നീട് എനിക്കൊരു വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയാകുന്നത്. ഈ വ്യക്തമായ രാഷ്ട്രീയം BJP ആണ് അല്ലെങ്കിൽ NDA ആണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായത് എപ്പോഴായിരുന്നു? ഞാനൊരു പാട്രിയോട്ടിക് ഒരു മനുഷ്യനാണ്. ഞാൻ ഈ കാർഡിയോളജി കോൺഫറൻസിൽ IJCTO എന്നൊരു കോൺഫറൻസ്, ഇൻഡോ ജാപ്പനീസ് CTO ക്ലബ് എന്ന മീറ്റിങ്ങിൽ കഴിഞ്ഞ 13 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പ്രാവശ്യം ട്രിവാൻഡ്രത്ത് ജൂണിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ജാപ്പനീസ് ഡോക്ടർമാരാണ് ലോകത്ത് ഏറ്റവും നന്നായിട്ട് ബലൂൺ ശസ്ത്രക്രിയ ചെയ്യുന്നത്. അത് ക്രോണിക് ടോട്ടൽ ഓക്ലൂഷൻ 100% ബ്ലോക്കിൻ്റെ ആൻജിയോപ്ലാസ്റ്റി. ഞാൻ അതിൻ്റെ ഇന്ത്യയിലെ കോഴ്സ് ഡയറക്ടറാണ്. അപ്പോൾ ഇത് ജനങ്ങളെ പഠിപ്പിക്കാൻ 700ഓളം കാർഡിയോളജിസ്റ്റ് വരും പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു ജപ്പാൻ ഡോക്ടർമാർക്ക് ടിക്കറ്റ് അയക്കുമ്പോഴേ അവരെന്തു പറയുന്നറിയോ? അപ്പോൾ സാറേ ഞാൻ പറയും, നമുക്ക് ചെന്നൈ, സിംഗപ്പൂർ ടോക്കിയോ, അല്ലെങ്കിൽ ടോക്കിയോ ഡൽഹി ടു ചെന്നൈ. ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രം വന്നേ അങ്ങനെ. അപ്പോൾ ഇവരുടെ അടുത്ത് പറയുമ്പോൾ ടിക്കറ്റിൻ്റെ 3 ഓപ്ഷൻ അയച്ചാൽ ഇവർ പറയും എനിക്ക് നിപ്പോൺ എയർവേസ് മതി എന്ന് പറയും, അല്ലെങ്കിൽ ജപ്പാൻ എയർലൈൻസ് മതി എന്ന് പറയും. അപ്പം ഞാൻ പറയും അതിന് നിങ്ങൾക്ക് ആ ഇടയ്ക്കുള്ള എയർപോർട്ടിൽ 12 മണിക്കൂർ വെയിറ്റ് ചെയ്യണ്ടേ, മറ്റേ നമ്മൾ 2 മണിക്കൂർ മതിയല്ലോ. ഇല്ല, എനിക്കത് മതി. അതാണ് ജാപ്പനീസ് പാട്രിയോട്ടിക്കാണ്. അവരുടെ രാജ്യമെന്ന് പറയുന്നതാണ് പ്രയോറിറ്റി. നമ്മളെ നാട് രാജ്യമെന്ന് പറഞ്ഞ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ, അത് BJP ആണ്. അവിടെയാണ് പ്രശ്നം. ഞാനൊരു പാട്രിയോട്ടിക്കാണ്. ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ക്ലാസ്സിൽ എനിക്ക് USML എഴുതി അമേരിക്കയിൽ പോയിരുന്നു. ഞാൻ അത്ര മോശം ഒരു സ്റ്റുഡൻ്റൊന്നും അല്ല, ബ്രില്യൻ്റാണ്. ഞാൻ തന്നെ പറഞ്ഞു ഞാൻ ബ്രില്യൻ്റാണ്. ഞാൻ ഇപ്പോൾ എഴുതിയാലും എനിക്ക് ജോലി കിട്ടും. പക്ഷെ അതല്ല എൻ്റെ നാട്ടിൽ ജീവിക്കാനുള്ള. എന്തിനാണ് ഞാൻ കൊല്ലത്ത് ജീവിക്കുന്നത്? ഞാൻ ബാംഗ്ലൂർ മണിപ്പാൽ ഹോസ്പിറ്റലിൽ 2006 മുതൽ 2007 വരെ കാർഡിയോളജി ഹെഡായിരുന്നു. ഞാൻ അവിടെ ഇരുന്നെങ്കിൽ ഇവിടുത്തെ ആൾക്കാരും എന്നെ ആരാധിച്ചേനെ. ഇവിടുത്തെ പൈസയുള്ളവർ ഇവിടുന്ന് വന്ന് എൻ്റെ അടുത്ത് വന്ന് അവിടെ 5+ ചെയ്തേനെ. ഇപ്പം എൻ്റെ അടുത്തുനിന്ന് കാണാതെ പോയി തിരുവനന്തപുരത്ത് പോയി ഏതെങ്കിലും എന്നെക്കാൾ താഴ്ന്ന ഡോക്ടർമാരെ കൊണ്ട് 5+ ചെയ്യിക്കുന്നത്, അത് എന്നെ അവിടെ കാണാമെന്ന്. അപ്പം നമ്മൾ എവിടെയാണ് ജോലി ചെയ്യുന്നുള്ളതല്ല. അമേരിക്കയേക്കാൾ എനിക്കിഷ്ടം എൻ്റെ നാടാണ്. എനിക്ക് തിരുവനന്തപുരത്തെക്കാൾ ഇഷ്ടം എൻ്റെ കൊല്ലമായി പോയി. എൻ്റെ നാടാണ് എൻ്റെ പ്രശ്നം. എൻ്റെ അമ്മയും എൻ്റെ നാടുമാണ് എൻ്റെ മനസ്സിലെ സ്വപ്നം. അതുകൊണ്ടാണല്ലോ ഞാനിവിടെ വന്നത്. ആരെങ്കിലും എന്നെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ അത് എൻ്റെ നാടിനെ ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. അത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ പാട്രിയോട്ടിസം പ്രാക്ടീസ് ചെയ്യാൻ BJPയേക്കാൾ നല്ലൊരു രാഷ്ട്രീയ പാർട്ടിയില്ല. കാരണം അവരുടെ മിഷൻ തന്നെ അവിടെ നിങ്ങളെല്ലാവരും അവരുടെ സെക്യുലർ പാർട്ടി തന്നെയാണ്. അതിനകത്ത് ആൾക്കാർ പറയുന്ന കഥയേക്കാൾ ഭാരതം ഇഷ്ടപ്പെടുക, ഇന്ത്യ ഇഷ്ടപ്പെടുക, അതാണ്. ഇന്ത്യയും ഭാരതവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിനെ എനിക്കിഷ്ടമാണ്, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് രണ്ടാമത്തെ കാര്യം, മോഡിജിയുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വികസനം തന്നെയാണ്. ഇന്ന് നമ്മുടെ രാഷ്ട്രം ലോകത്തിലെ തന്നെ വികസനത്തിൻ്റെ ഭാഗത്തിൽ വളരെ ഉയർന്നു നിൽക്കുന്ന ഇന്ത്യയാണ്. എക്കണോമിക്കലി നമ്മൾ 4ാം സ്ഥാനത്താണ് ലോകത്ത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എത്തിക്കുന്നത്, ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ എൻ്റെ ബംഗ്ലാദേശും ശ്രീലങ്കയും എന്ന് പറഞ്ഞ വീണ ഇപ്പോൾ അമേരിക്കയിൽ പോയി ഒരു എയർപോർട്ടിൽ ചെന്നപ്പോൾ ആർ യു ഫ്രം ശ്രീലങ്ക എന്ന് പറഞ്ഞാലേ നോ, ആർ യു ഫ്രം ബംഗ്ലാദേശ് നോ. അത് ബംഗ്ലാദേശിനോട് ശ്രീലങ്കയോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. ഇന്ത്യ
അവരെക്കാൾ ഉയരെയാണെന്ന് തോന്നുന്നതുകൊണ്ടാണ്. നമ്മൾ ഉയരെയാണെന്ന് തോന്നുന്നുണ്ടാണ്. എനിക്കൊരു ചൈനക്കാരനാണെന്ന് പറയണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് ഇന്ത്യക്കാരെന്ന് പറയുന്നത് എനിക്ക് അഭിമാനമുണ്ട്. കാരണം എന്താണ്? ഞാൻ ഇന്ന് ഇറ്റലിയേക്കാൾ മുകളിലാണ്, ഞാൻ ഫ്രാൻസിനേക്കാൾ മുകളിലാണ്. പണ്ടോ ഒരു ഇറ്റാലിയൻ ഫ്രാൻസ് എന്ന് പറയുന്നത് നമ്മളെക്കാൾ മുകളിലായിരുന്നു. ഇന്ന് നമ്മൾ അവരെക്കാൾ മുകളിലാണ്. ഈ അവരെക്കാൾ നമ്മളെ മുകളിൽ എത്തിച്ചത് എന്നാണ്? കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ടാണ്. ഈ കൊല്ലങ്ങളിൽ നമ്മൾ എത്തിച്ചതിൻ്റെ മുന്നിൽ നിന്ന മനുഷ്യനാരാണ്? അദ്ദേഹമാണ്, ഈ പാർട്ടിയാണ്. നമ്മൾ അതുകൊണ്ടാണ് അവരെ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഈ ചിന്തകൾ നമ്മളെ മനസ്സിലുണ്ട്. വ്യക്തമായി നമ്മൾ എവിടെ എത്തണം എന്നുള്ളത് നമുക്ക് വഴി തുറന്ന് കിട്ടിയില്ല എന്ന് മാത്രം. ഇന്ന് തുറന്ന് കിട്ടി, എൻ്റെ ഭാഗ്യം. അവിടെ വിജയവും പരാജയത്തെക്കാളുമൊക്കെ ഞാനിതിൻ്റെ ഭാഗമായല്ലോ എന്ന ഒരു ത്രില്ലുണ്ടല്ലോ. ഇന്ന് ഞാനൊരു ഭാരതീയനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം കൊള്ളുന്നു. ഈ ഭാരതീയത അഭിമാനത്തിൻ്റെ ഭാഗമാക്കി എടുക്കാൻ പറ്റുന്നത് ഇവിടെ മാത്രമാണ്. ഞാനിവിടെ ഇരുന്നുകൊണ്ട് ചൈന കൊള്ളാമെന്ന് പറയത്തില്ല, ഞാനിവിടെ ഇരുന്നുകൊണ്ട് അമേരിക്ക കൊള്ളാമെന്ന് പറയത്തില്ല. എനിക്കത് പറ്റില്ല പറയാൻ. അത് പറ്റില്ല എന്ന് പറയുന്നതാണ് ഒരു തെറ്റെങ്കിൽ ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു. അപ്പം ഞാൻ എൻ്റെ ശരികളിലേക്കുള്ള യാത്രയിലാണ്. എനിക്ക് കിട്ടിയ ഇത് ഒരു അസുലഭ മുഹൂർത്തമാണ്. എന്നെ സംബന്ധിച്ച് ഇതൊരു ഹാപ്പിനെസ്സാണ്. ഈ ഹാപ്പിനെസ്സിൽ ഞാൻ ശരിക്കും ശ്രമിക്കും. ഞാൻ വിജയത്തിലേക്കുള്ള വഴിയിൽ തന്നെയാണ്. ഇത് മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മൾ സംസാരിച്ചാലേ, ഒരു 15 കൊല്ലം മുമ്പ് നിങ്ങളൊരു BJP അംഗമാണെന്ന് പറഞ്ഞാലേ ആൾക്കാരെ നമ്മളെ പുച്ഛിക്കും, അല്ലെങ്കിൽ നമ്മളെ മുഖത്ത് നോക്കത്തില്ല. ഇവൻ എന്തൊരു മനുഷ്യൻ എന്ന് വിചാരിക്കും. ഞാൻ ഇതേ കാര്യം പണ്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ പോകുന്ന സമയത്ത് SFI ആണെന്ന് പറഞ്ഞാൽ ഒരു പെങ്കുച്ചുങ്ങൾ നമ്മളെ മുഖത്ത് നോക്കത്തില്ല. അപ്പോൾ അവരെ വിചാരം അന്ന് നമ്മളെല്ലാം ഈ നക്സലൈറ്റ്സ് ആണ്, നമ്മൾ കഞ്ചാവടിക്കുന്നവന്മാരാണ്, ഹോസ്റ്റലിൽ താമസിക്കുന്നവന്മാരെല്ലാം വൃത്തികെട്ടവന്മാരെന്നൊക്കെ നമ്മളെ പറ്റി വിചാരിച്ചുള്ളൂ. അന്നും നമ്മളിത് വിഷമിച്ചില്ല. അന്ന് എൻ്റെ മനസ്സിൽ ഇവരാണ് യഥാർത്ഥമായി മനുഷ്യരെ മുഴുവൻ ഒരുപോലെ കാണുന്നതെന്ന് വിചാരിച്ചു. കാലം എനിക്ക് മനസ്സിലാക്കി തന്നു, ഇവരെന്തോ ചെയ്യുന്നത്, ഇവരിലെ നേതാക്കൾ രാജാക്കന്മാരാവും, താഴെയുള്ളവർ ഒന്നുമില്ലാതെയാവും. അപ്പോൾ അത് നമ്മളെ ബോധ്യപ്പെടുത്തിയത് ശേഷമാണ് എനിക്ക് ഭാരതത്തെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ള ഒരു വഴിയാണ്. എനിക്കതിനെക്കുറിച്ച് ഒരു ബോധറേഷനുമില്ല. ഐ ആം വിത്ത് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പോസിബിൾ. ഇത് കിട്ടിയൊരു ഭാഗ്യമാണ്. ഇപ്പം നമുക്ക് ഈ MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ് DM കാർഡിയോളജി അഡ്മിഷൻ കിട്ടുമ്പോഴേ ഒരു ത്രില്ലുണ്ടല്ലോ, ആ ത്രില്ലിലാണ് ഞാൻ. ആ ത്രില്ലിൽ എനിക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ സാധാരണ മനുഷ്യർ. ഞാൻ ഈ ഇലക്ഷൻ പ്രവർത്തനത്തിൽ പോയപ്പോഴേ അവരിലേക്ക് കൊണ്ടൊരു ആവേശമുണ്ടല്ലോ, അത് എനിക്കില്ലാതെ പോയല്ലോ എന്ന് എനിക്ക് വിഷമമാണ്. ഞാൻ അവരെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ എത്ര ലേറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. മുമ്പേ പറയണമായിരുന്നു. അവർ പ്രവർത്തിച്ച വഴികൾ എനിക്ക് വേണ്ടി വെട്ടിത്തന്നതാണ്. അവരെത്ര നാളായിട്ടാണ് ഇങ്ങനെ ആയത്. അവരുടെ കഷ്ടപ്പാടാണ് എന്നെക്കൊണ്ട് ഞാൻ BJP എന്ന് പറയാൻ എനിക്ക് അഭിമാനം തോന്നുന്ന അവസ്ഥയിലെത്തിയത്. അവരെത്ര സഫർ ചെയ്ത് കാണും. ആ സഫറിങ്സിൻ്റെ ഫലമാണ് എൻ്റെ ഈ ഈസി നേട്ടം. എൻ്റെ നേട്ടങ്ങൾക്ക് കാരണക്കാർ അവരാണ്. എൻ്റെ പാന്താവുണ്ട് ഒഴുക്കി തന്നത് അവരാണ്. ഇതിനെ നമുക്ക് ആക്ഷേപത്തോടെ കാണാം. പക്ഷെ നിങ്ങൾ ഇതിന് വ്യക്തമായി ഒരു അല്ലെങ്കിൽ നമ്മൾ വേറൊരു ചിന്തയില്ലാതെ സ്വയം ഇത് മാത്രം ഒന്ന് ചിന്തിച്ച് നോക്കേ. എവിടെയെങ്കിലും നമ്മൾ ഒരു വ്യക്തമായിട്ട് ഒരു സൈഡിലോട്ട് തിരിയാതെ ഒന്ന് ചിന്തിച്ചാൽ യെസ് യു ആർ റൈറ്റ് എന്ന് പറയും. യെസ് യു ആർ റൈറ്റ് എന്ന് പറയാൻ അതിന് ഇവിടെ ഒരു ജാതി മത വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഇതിൽ കാണിക്കുന്ന ഒരു ആവേശമുണ്ടല്ലോ. നിങ്ങളാണ് ശരി എന്ന് പറയുന്നത്. ആ ശരി എന്ന് പറയുന്ന സാധനത്തിൽ എനിക്ക് വ്യത്യാസം തോന്നുന്നില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ പണ്ടൊരിക്കൽ ഈ US നമ്മളെ ഹാർട്ടിൻ്റെ സ്കാൻ ചെയ്ത്, നമ്മൾ IVS എന്ന് പറയും, ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട്, അത് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി രക്തക്കുഴലിൽ നോക്കിയിട്ടാണ് പ്രിസൈസായിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. അത് ലോകത്ത് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ലേഡിയുടെ പേര് അക്കിക്കോ മെഹ്റ എന്ന്. നമ്മൾ ഒരു വലിയ ഷീസ് ജാപ്പനീസ് ലേഡിയാണ്. അവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ US സെറ്റിൽഡാണ്. അവർ US ഉണ്ടെങ്കിലും അവർ സിറ്റിസൺഷിപ്പ് എടുത്തിട്ടില്ല. അവർ എൻ്റെ അടുത്ത് ഒരു ദിവസം ഞാൻ അവിടെ ചെന്ന് ഞങ്ങൾ അവരുമായിട്ട് 2 ദിവസം ഉണ്ടായിരുന്നു. വൈകുന്നേരം എന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചു. ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലാണ് കൊണ്ടുപോയത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ജാപ്പനീസുകാരുടെ സ്വഭാവം പാട്രിയോട്ടിക്കാണ്. അവിടെ ചെന്നിരുന്നപ്പോൾ അവർ പറഞ്ഞ ആദ്യത്തെ വാചകം എന്ന് അറിയാം, യു ആർ എ ലക്കി മാൻ. ഞാൻ പറഞ്ഞു എന്ത്? വൈ? യു ഹാവ് എ പ്രൈം മിനിസ്റ്റർ വിച്ച് വി ഡോണ്ട് ഹാവ്. അവർ നിങ്ങളുടെ നരേന്ദ്രമോദിയെ പോലൊരു പ്രധാനമന്ത്രി ആയിരിക്കുന്നു ജപ്പാനിൽ വേണമെന്ന് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ജപ്പാൻ നമ്മൾ കാണുന്നത് എങ്ങനെ? ലോകത്തെ ഏറ്റവും വലിയ വികസിത രാജ്യമാണ്.
ഹിരോഷിമയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇവിടെ ബോംബ് വീണുവെന്ന് അത്ഭുതപ്പെട്ടു പോകും. ഒരു ചെറിയൊരു മോണുമെൻറ്റ്, ഇവിടുത്തേക്ക് രാഷ്ട്രീയ നേതാക്കന്മാരെ മോണുമെൻറ്റിന് വേണ്ടി നമ്മൾ ഒരു 50 സെൻറ്റിനകത്താണ് ഉണ്ടാക്കുന്നത്. ഇത് ഇത്രയൊരു സാധനം, അതിൻ്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ സ്ഥലത്ത് അതിനെ ഇങ്ങനെ ആക്കിയെടുത്ത് ആ നാട്ടിലെ ദിശാബോധമുള്ള മനുഷ്യരെ ജീവിക്കുന്ന നാട്ടിലെ ഒരു ലേഡി പറയുകയാണ്, നിങ്ങളുടെ പ്രൈം മിനിസ്റ്ററെ പോലെ ഒരാളായിരിക്കണമായിരുന്നു എൻ്റെ പ്രൈം മിനിസ്റ്റർ. അഭിമാനം കൊള്ളുമോ? തൊട്ടടുത്ത ദിവസം ഞാനൊരു കാറിൽ യാത്ര ചെയ്തപ്പോൾ ഒരു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US സെറ്റിൽഡ് ചെയ്ത ഒരാൾ, ഹീസ് എ മുസ്ലിം ഗൈ, പുള്ളി എൻ്റെ അടുത്ത് പറയാം, ഉഫ്, ഐ അഡ്മയർ യുവർ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഈ നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ആവേശമുണ്ടല്ലോ, നമ്മളെ മനസ്സിൽ തോന്നുന്ന ഒരു, നമ്മളിത് ആരും ആയിക്കോട്ടെ, അത് മോഡിജി ആയിക്കോട്ടെ വേറൊരാളായിക്കോട്ടെ, എൻ്റെ പ്രൈം മിനിസ്റ്ററെ കുറിച്ച് ഒരു ഫോറിനിലെ 2 തരത്തിലുള്ള ആൾക്കാർ എന്നോട് പൊക്കി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം വരത്തില്ലേ? ഇത് വന്നില്ലെങ്കിൽ അവൻ, എനിക്കറിയത്തില്ല ഈ രാഷ്ട്രത്തെ ഇഷ്ടപ്പെടുന്നു, ഞാൻ രാഷ്ട്രത്തെ ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇതെല്ലാം. ഈ ആഗോളതലത്തിൽ ഇത്തരത്തിലുള്ള കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടാകുന്നു നമ്മൾ പറയുമ്പോഴും നമ്മൾ കേരള സംസ്ഥാനത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ പല ആളുകളോടും ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ BJP വരുന്നത് ഞങ്ങൾക്ക് പേടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇനി ബീഫ് കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇനി ഗോ മാതാവ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ടി വന്നാലോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു BJP നേതാവ് എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള ധാരണകൾക്ക് എന്താണ് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാനുള്ളത്? ഒറ്റ ഉത്തരം പറയാം. 1989 മുതൽ 92 വരെ ഞാൻ BJ മെഡിക്കൽ കോളേജിലാണ് ജീവിച്ചത്, ഞാൻ പറഞ്ഞല്ലോ. ആ സമയത്ത് എല്ലാ വർഷവും ഒരു 3 മാസം റയട്ട് ഉണ്ടാവും, ഹിന്ദു മുസ്ലിം റയട്ട്. ഈ റയട്ട് സമയത്ത് 2000, 3000, 4000 പേരാണ് മരിക്കുന്നത്. അപ്പം ഞാനൊക്കെ ആ സമയത്തെ റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ പേഷ്യൻറ്റിനെ നോക്കും, അവിടെ ചെല്ലും, കിട്ടുന്ന 2 ബ്രെഡ് റൊട്ടിയും, ഒരു 3 മാസം അങ്ങനെ ജീവിക്കും. ഇതൊരു വർഷങ്ങളായിട്ടുള്ള കഥയാണ്. ഈ സമയത്താണ് ഈ മാധവ് സിംഗ് സോളങ്കി, ചിമൻഭായ് പട്ടേൽ ഇവരൊക്കെയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. നമ്മളിഞ്ഞ് പോരുന്നു, നരേന്ദ്രമോദി വന്നു. ആഫ്റ്റർ 1 ഇയർ ഇന്ന് വരെ റയറ്റ് ഉണ്ടായിട്ടില്ല. ആരും പറയാത്ത കഥയാണിത്. അപ്പം നമ്മൾ ആ റയറ്റ് അനുഭവിച്ച്, എന്തുകൊണ്ടാണ് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികൾക്ക് BJP എന്ന പാർട്ടിയോട് ഇഷ്ടം? അവർക്ക് ഇഷ്ടം വരാനുള്ള കാരണം എന്താണ്? അവരുടെ ജീവിത സൗകര്യങ്ങൾ. നിങ്ങൾ ബറോഡയിൽ നിന്നോ അല്ലെങ്കിൽ സൂററ്റിൽ നിന്നോ അഹമ്മദാബാദിൽ നിന്നോ ഭോപ്പാലിൽ നിന്നോ കേരളത്തിൽ വന്ന ഒരാളുടെ ചോര്, നിങ്ങളിവിടെ കംഫർട്ടബിൾ ആണോ? 3 മാസം കഴിഞ്ഞവർ പറയും, ഐ ആം അൺകംഫർട്ടബിൾ, എനിക്ക് അവിടെ തിരിച്ചു പോയാൽ മതി, അവിടുത്തെ ഭരണാധികാരികൾ നല്ലതാണ്. ആ കംഫർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്നറിയോ? ഇവിടെ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് ഇവിടെ നമ്മൾ ലോട്ടറി വിറ്റും മദ്യം വിറ്റുമല്ലേ ഈ നാട് ജീവിക്കുന്നത്? പിന്നെ കുറച്ച് പ്രവാസികളുടെ പൈസയും. ഇവിടെ എന്തുണ്ട്? ഒന്നുമില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മാൽദീവ്സ് എന്ന രാജ്യത്തിൽ ഞാൻ അവിടെ കാത്തലാബ് നടത്തുന്നതാണ്. അവിടെ എന്താ ഉള്ളത്? ടൂറിസം കൊണ്ട് മാത്രമാണ്. ഈ കൊല്ലത്ത് എന്ത് ടൂറിസം സ്കോപ്പാണ്? ഇന്ത്യക്ക് പുറത്ത് പോയി യൂറോപ്പ്, ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്നതാണ്, കോൺഫറൻസുകൾ സംസാരിക്കാൻ പോകുന്നതാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ ബാക്ക് വാട്ടേഴ്സ് ഇഷ്ടമാണ്. ആലപ്പിയിലല്ലേ ബാക്ക് വാട്ടേഴ്സ്? ഏതെങ്കിലും ആൾ കൊല്ലത്ത് ബാക്ക് വാട്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അപ്പോഴപ്പോഴും വീണ്ടും പറയും, എൻ്റെ കൊല്ലത്ത് ബാക്ക് വാട്ടേഴ്സ് ഉണ്ടെന്ന്. ആർക്കറിയാം? എവിടെയാണ് തെറ്റുപറ്റുന്നത്? ഇവിടെ സാമ്പ്രാണിക്കൊടിയും മൺട്രോത്തുരുത്തും പോലെയുള്ള നല്ല സ്ഥലങ്ങളുള്ള സ്ഥലത്ത് ഇവിടെ എത്ര പേർക്ക് തൊഴിലവസരം ഉണ്ടാവും? ഇവിടെയും ഇവർ പ്രശ്നം ഉണ്ടാക്കും. ആരാ? ഞങ്ങളത് ഉണ്ടാക്കിയത് മറ്റേ സെൻട്രൽ ഗവൺമെൻറ്, അതുകൊണ്ട് വേണ്ടെന്ന് പറയും. അവർക്കൊന്നും വേണ്ട. ആരാ തരുന്ന? ആരെന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, വീണയ്ക്ക് നല്ല വിശപ്പുണ്ടെങ്കിൽ 5 ദിവസം വിശന്ന് വീണ തരുന്ന ആഹാരം എന്തോ നോക്കാറുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ഈ കാര്യങ്ങളെ കാണേണ്ടത് ഒരു പ്രത്യേക കാര്യങ്ങളുടെ ഫലം. ഇതിനകത്തൊക്കെ ചില ചിന്തകളിൽ വ്യത്യാസം വരാം. എല്ലാവരും ഒരുപോലെ ആവണം എന്നില്ല. നമുക്ക് ഒരുമിച്ച് മാറ്റാം. ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് മാറ്റാം. ഒരു മതത്തിനും ഇവരാരും എതിരല്ല. എല്ലാ മതങ്ങളും ഒരുമിച്ച് തന്നെ വേണം. ഇന്ത്യ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല സെക്യുലർ രാജ്യമാണ്. പക്ഷെ നിങ്ങൾ ഈ സെക്യുലർ അല്ല എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ അങ്ങനെയൊന്നും അല്ലെന്ന്. ഇതിനകത്തൊന്നും ഒരു കാര്യവുമില്ല. അപ്പൊ മലയാളിയുടെ മനസ്സിലേക്ക് അത്തരം ബോധ്യങ്ങളല്ല, അത്തരം തോന്നലുകൾ കടത്തിവിട്ടത് ആരായിരിക്കും? നമ്മൾ മലയാളികളെ നിങ്ങൾ പുറത്ത് കണ്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായെന്നറിയോ? മലയാളികളാണ്. നമ്മൾ ഗൾഫിൽ ചെല്ലുക, നമ്മൾ UP ചെല്ലുക, നമ്മൾ ബീഹാറിൽ ചെല്ലുക, നമ്മൾ ഹരിയാനയിൽ ചെല്ലുക, രാജസ്ഥാനിൽ ചെല്ലുക, മലയാളിയെക്കുറിച്ച് അവർ പറയുന്നത് എന്താണെന്നറിയോ? ഇത്രയും ഹാർഡ് വർക്കിംഗ് മനുഷ്യരുണ്ട്. ഇവിടെ എന്തോ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ പരദൂഷണം പറയുന്നത്. നമ്മൾ ആ ഹാർഡ് വർക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ഈ സ്റ്റേറ്റ് എവിടെ എത്തിയേനെ? എൻ്റെ സ്വപ്നം അതാണ്. നമ്മൾ പുറത്ത് ചെയ്യുന്ന അതേ ഹാർഡ് വർക്ക് നമ്മൾ ഇവിടെ ചെയ്തെങ്കിൽ
നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കാണുന്നതിന് പകരം നമ്മൾ ഒരൊറ്റ ചിന്ത, ജാതി മതഭേദമന്യേ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ, സെക്സ് വ്യത്യാസങ്ങളില്ലാതെ കേരളത്തിൻ്റെ, നമ്മളുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വികസനം പ്രാപിച്ച സംസ്ഥാനമാക്കി മാറ്റണം. നിങ്ങൾ പറയും ആരോഗ്യരംഗത്ത് കേരളം 1ാം സ്ഥാനത്ത്. ഞാൻ MBBS പഠിക്കാൻ പോകുമ്പോഴേ ഇന്ത്യയിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ലോകത്തിൽ തന്നെ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണിത്. നമുക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, നമ്മൾ 20 നിന്ന സാധനം നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റ് 20 ആയിരുന്നെങ്കിൽ അത് 19 അല്ലെങ്കിൽ 18. പക്ഷെ 1 നിന്നവൻ 16. നമ്മൾ അപ്പോഴും പറയുന്നത് ഞങ്ങൾ 16 മുകളിലാണ് 18. ശരിയാ? പക്ഷെ ബേസ് ലെവൽ നമ്മൾ ഒരുപാട് മുകളിലായിരുന്നു. ആ ഒരുപാട് മുകളിലായതിന് കാരണം ക്രിസ്ത്യൻ മിഷണറീസാണ്. അത് നമ്മൾ ഒരു സംശയവും വേണ്ട. ഇവിടെ എഡ്യൂക്കേഷൻ ഉണ്ടാക്കിയ ആരാണ്? ക്രിസ്ത്യൻ മിഷണറീസാണ്. അവരെ ആരംഗീകരിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കണം BJP ക്രിസ്ത്യൻ MLA ലോകത്ത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA BJP-ക്കാരാ, ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാർ BJP-ക്കാരാ. ആര് പറഞ്ഞാലെന്ന് ഇവിടെ ഒന്നിനും നമുക്കൊരു കുറവില്ല. നമ്മൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ കാണുന്ന രീതിയിലുള്ള വ്യത്യാസമാണ്. നമ്മളെല്ലാവരും ഒന്നാണ്. ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചാൽ എനിക്ക് സന്തോഷം, പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചാൽ എനിക്ക് വിഷമം തന്നെയാണ്. ഞാൻ ജമ്മു ആൻഡ് കാശ്മീരിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പോകുന്ന ഡോക്ടർ, ഡിസംബർ 25 ഞാൻ ഗുൽമാർഗിൽ നിന്ന് യാത്ര ചെയ്യുന്ന വഴിയിൽ ഒരു ശിവ ടെമ്പിളിൽ കയറി. അവിടെ കയറിയത് എൻ്റെ കൂടെ വന്നത് ഖാലിദ് മുഹമ്മദ് എന്ന ഡോക്ടറാണ്, അവിടുത്തെ കാർഡിയോളജി ഹെഡാണ്. അദ്ദേഹം എന്നെ പറഞ്ഞു നമുക്ക് ഗുൽമാർഗിൽ പോവാം, ടൂർ പോവാം. നമ്മൾ ഗുൽമാർഗിൽ നിന്നും ശരിക്കും ഗുൽമാർഗിലേക്ക് ശ്രീനഗറിൽ നിന്ന് യാത്ര ചെയ്യുകയാണ്. ഞാനും അദ്ദേഹം എന്നെ ടൂർ കൊണ്ടുപോയി. ഡിസംബർ 25 ഭയങ്കര ഇത്ര തിക്കാണ് അവിടുത്തെ ഐസ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ അമ്പലത്തിൽ കയറി. പുള്ളി പറഞ്ഞാൽ ടെമ്പിളിൽ കയറാം, നമുക്ക് തൊഴുതാം. എൻ്റെ കൂടെ വരുന്ന ഖാലിദാണ്. ഖാലിദ് മൊയ്തീനും ഞാനും മഞ്ജു കൂടെ പോവുകയാണ്. നമ്മൾ അമ്പലത്തിൽ കയറി. അവിടുത്തെ മെയിൻ പൂജാരി പൂജാ സാധനം വാങ്ങിക്കാൻ പോയി. ഇപ്പോൾ രണ്ടാമത്തെ പൂജാരി അകത്ത് കയറി പൂജിച്ച് സാധനമൊക്കെ കൊണ്ടുവന്നു. ഞങ്ങൾക്ക് രണ്ടിനും സിന്ദൂരം ഞങ്ങളെ തൊട്ട് തന്നു. എന്നിട്ട് പൂജ വന്ന് നമ്മൾ തൊഴുതു. ഗിഫ്റ്റ് നമ്മൾ ഒരു പൈസയും വെച്ച് കൊടുത്തു. ഈ പൈസ വെച്ച് കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് ഖാലിദ് ചോദിച്ചു, സാറിന് പുള്ളിയുടെ പേരറിയാമെന്ന്. പേരെന്തുവാ? വസീം അക്രം എന്ന പേര്. വസീം അക്രമാണ് പൂജാരി. അപ്പോൾ വസീം അക്രം പൂജാരിയാവുന്നത് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിൽ. ഇവിടെയാണ് നമ്മുടെ സെക്യുലറിസം എവിടെയെന്ന് തോന്നുന്നത്. നമ്മളിതിനെ വല്ലാത്ത രീതിയിൽ ഇതിനേക്കാൾ സുന്ദരമാണിത്. കേരളം സെക്യുലർ തന്നെയാണ്. ഈ മാധ്യമക്കാർ ഇതിനെ വലുതായിട്ടെടുത്ത്, ഞാൻ മാധ്യമത്തിനെ എതിർക്കുകയല്ല, ഇതൊരു വാർത്തയാക്കി ഇതിനെ എക്സാജറേറ്റ് ചെയ്യുന്നതിന് പകരം ഇതിലെ നന്മകൾ പ്രതിനിധാനം ചെയ്ത് ആൾക്കാരിൽ എഡ്യൂക്കേറ്റ് ചെയ്തിരുന്നു എങ്കിൽ നമുക്ക് എല്ലാ സാധനത്തിനകത്തും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. ഈ പോസിറ്റീവ് ന്യൂസ് എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു 15,000 ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. 14,999 വിജയിച്ചു. ഒരെണ്ണം തോറ്റുപോയി, അല്ലെങ്കിൽ ഒന്നിൽ ചെറിയ പ്രശ്നം വന്നു. അതിനെ അങ്ങ് വളരെ എക്സാജറേറ്റ് ചെയ്ത് എൻ്റെ ഇമേജ് ടാർണിഷ് ചെയ്തുകൊണ്ട് ഇവർക്ക് എന്ത് ഗുണം? ഇവരിൽ പല ഇവരുടെയൊക്കെ ബന്ധുക്കളെയോ അവരുടെ അച്ഛനമ്മമാരെയൊക്കെ ഞാൻ രക്ഷപ്പെടുത്തി കാണും. ഇതിനെ അത് കാണുന്നതിന് പകരം ഇത് ഒരു സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്, ഒഴിവാക്കാവുന്നതായിരുന്നു, ഇതൊരു കോംപ്ലിക്കേഷൻ ആയിരുന്നു, ഇത് ചെയ്തത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന രീതിയിൽ വിമർശനം ആരോഗ്യപരമായ വിമർശനമായിരിക്കണം. അത് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും ആവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ചെയ്യണമെങ്കിൽ നമുക്ക് ദിശാബോധം വേണം, വികസന ചിന്ത വേണം. എൻ്റെ നാട്, എൻ്റെ രാഷ്ട്രം, ഇതല്ലാതെ ഒരു ചിന്തയും എൻ്റെ മനസ്സിൽ ജാതി മത ചിന്തകളില്ല. നിങ്ങൾക്കറിയാവുന്ന തരത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് വത്തിക്കാനിൽ പോയിട്ടുള്ള ഞാനായിരിക്കും. ഞാൻ ഏകദേശം 13-14 പ്രാവശ്യം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പോയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ടുരീനിലുള്ള സമയത്ത് ഒരു കൊല്ലത്തിൽ എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക് മാസിൽ പോയിരിക്കും. ഇറ്റാലിയനിലെ മാസ്. എനിക്ക് മാസ് കേൾക്കുന്നതിനല്ല, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു വൈബ്രേഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. എത്ര പള്ളികളിൽ പോയേക്കുന്നു, എത്ര മുസ്ലിം ദേവാലയം. എൻ്റെ മൂന്നാംകുട്ടി സിയാറത്തുമോട് പള്ളിയിൽ എൻ്റെ അമ്മയൊക്കെ എനിക്ക് പരീക്ഷയാകുമ്പോൾ കൊച്ചു പ്രായത്തിൽ അവിടെ കൊണ്ടുവന്ന് ചന്ദനത്തുക്ക് കത്തിക്കും. നമ്മളിപ്പോഴും കാണുന്നത് അതിനെ ദേവാലയമായിട്ടാണ്. ദേവാലയം മോസ്ക് ആയിക്കോട്ടെ, ചർച്ച് ആയിക്കോട്ടെ, ടെമ്പിൾ ആയിക്കോട്ടെ, നമുക്ക് ഗുണം കിട്ടുന്നതോ അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു എനർജി കിട്ടുന്നു എന്നൊരു ഫീൽ വന്നാൽ നമുക്കതാണ് വേണ്ടത്. ഞാൻ സിനഗോഗിലും പോയിട്ടുണ്ട്, ജ്യൂസിൻ്റെ ടെമ്പിളിൽ. അപ്പം ഞാനിത് കാണുന്നത് നമ്മൾ ബുദ്ധ ടെമ്പിളിൽ, ഞാൻ മ്യാൻമാറിലൊരു കാർഡിയക് സെൻറ്റർ ഉണ്ടായിരുന്നു, അവിടെ ഞാൻ പോയിട്ടുണ്ട്.
ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ 38-39 രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപാട് മനുഷ്യരുമായി സംസാരിച്ചിട്ടുണ്ട്. നമ്മളിതൊന്നും ഇല്ലാതെ ഒരിക്കൽ പോലും കാണാതെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ വാതോരാതെ പ്രസംഗിക്കാനല്ല എൻ്റെ ഉദ്ദേശം. എനിക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. എൻ്റെ നാട് വികസനത്തിൻ്റെതായിരിക്കണം. അടുത്ത 20 കൊല്ലം കഴിഞ്ഞ് ലോകത്തിലെ മുഴുവൻ പേരും പറയണം, ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ആൾക്കാരെ കൊണ്ട് പറയിക്കണം, ഭാരതം ഒന്നാമതെത്തണം. അത് മാത്രമാണ്. അത് പറ്റണമെങ്കിൽ ഇനിയും നരേന്ദ്രമോദി ഉണ്ടാവണം, ഇനിയും BJP ഉണ്ടാവണം, ചിന്തകൾ ഉണ്ടാവണം, വികസന മനസ്സുള്ളവരുണ്ടാവണം. മനസ്സിലായി. ഈ ഡോക്ടർ എന്ന് പറയുന്ന ജോലി, പ്രത്യേകിച്ച് കാർഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന ജോലി ഭയങ്കര പ്രഷറുള്ള ജോലിയാണ്. ഭയങ്കരമായ എപ്പോഴും ഇങ്ങനെ സമ്മർദ്ദത്തിൽ നിന്ന് ജോലി ചെയ്യേണ്ട ജോലിയാണ്. പൊളിറ്റിക്സും അതുപോലെ തന്നെ മറ്റൊരു സമ്മർദ്ദമാണ്. അപ്പോൾ ഈ രണ്ട് സമ്മർദ്ദങ്ങളെയും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് എത്രമാത്രം പറ്റുമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ലൈവ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് ഈ അമേരിക്കയിൽ നിന്നുള്ള കാർഡിയോളജിസ്റ്റുകളിലും പറയാറുണ്ട്, ഞാൻ ചിരിച്ചുകൊണ്ട് ചെയ്യുന്നു. നമ്മൾ ലൈവ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന കണക്കല്ല. നമ്മളിടുന്ന വയറ്, കത്തീറ്റർ, ട്യൂബ്, ഇതെല്ലാം നമ്മൾ ഏകദേശം 2000-3000 ഡോക്ടർമാർ ഒരേ സമയത്ത് കാണുകയാണ്. ഈ കാണുന്ന സമയത്തെ ഈ ഓരോന്നും ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അതിലൊരു മിസ്റ്റേക്ക് വന്നാൽ അവിടെ മുഴുവൻ പേർക്കും നമ്മൾ തെറ്റായി പഠിപ്പിക്കുകയാണ്. ഇത് ഞാൻ കഴിഞ്ഞ 10-15 കൊല്ലങ്ങളായിട്ട് ഒരു വർഷം 5 മുതൽ 6 പ്രാവശ്യം 100% ബ്ലോക്ക് ലൈവായിട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഡോക്ടറാണ്. ഇത് ചെയ്യുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ചെയ്യുന്നു. ഞാൻ എൻ്റെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ടേബിൾ എത്രയോ രോഗികൾ, സാറേ എനിക്ക് പേടിയാണ് സാറേ, സൂചി പേടിയാണ്. ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ അടുത്ത ദിവസം എന്താ പറയുക, എൻ്റെ സാർ ഇന്നലെ എന്തെല്ലാം കഥ പറഞ്ഞ്, സിനിമ കഥ പറഞ്ഞ്, ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കതിനൊരു വിഷമവുമില്ല. നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ നമ്മൾ അതിനകത്തെ ഒരു പാഷനാണെങ്കിൽ, നമ്മൾ അഭിനയിക്കുന്ന നടന്മാർ ചോദിച്ചാൽ സാറേ അത് എങ്ങനെ അഭിനയിക്കുന്നു സാറേ, അവർക്ക് പ്രതിഫലമല്ല ആവശ്യം, അവർക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നൊരു ത്രില്ലുണ്ടല്ലോ, ആ ത്രില്ലാണ് വേണ്ടത്. ആ ത്രില്ല് നമുക്കുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ആ ത്രില്ല് കണ്ടെത്താൻ പറ്റണം. അങ്ങനെയുള്ളവർ, ഞാൻ ജോലി ചെയ്യുന്നത് കാശിന് വേണ്ടിയാണ് എന്നത് മാറ്റി, ഞാൻ ജോലി ചെയ്യുന്നത് പാഷന് വേണ്ടിയാണ്, എനിക്ക് കിട്ടുന്ന സന്തോഷമാണ്. എന്തിനാണ് ഞാൻ പല സ്ഥലത്തും പോയി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പോകുന്നത്? എനിക്ക് കിട്ടുന്ന പൈസയല്ല, നഷ്ടമാണ് എനിക്ക് പലപ്പോഴും. പക്ഷേ എനിക്ക് കിട്ടുന്ന ഒരു ത്രില്ലുണ്ടല്ലോ, അത് ഒരിക്കലും. ചില ആൾക്കാർ ഭഗവത്ഗീത പാരായണം ചെയ്യുന്നവരുണ്ട്, ഖുർആൻ പാരായണം ചെയ്യുന്നവരുണ്ട്. അവർ ഇത് പാടുമ്പോൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. പാടുന്നവർ എങ്ങനെ അവർക്ക് സന്തോഷം കിട്ടുന്നത്? ഈ സന്തോഷം നമുക്കുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മൾ എല്ലാത്തിലും സന്തോഷം കണ്ടെത്തണം. അത് രാഷ്ട്രീയ തൊഴിലായാലും ചെയ്യുന്ന തൊഴിലായാലും ഒപ്പം ജനസേവനത്തിലായാലും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിലും അതിൽ ഇതുവരെ എനിക്ക് സന്തോഷമില്ല, അതിലും കൂടെ സന്തോഷം കണ്ടെത്തിയാൽ എൻ്റെ ജീവിതം ധന്യമാകും. കൊല്ലത്തൊരു MLA ആയി എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഒരു കാര്യം എന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എല്ലാ 6 മാസത്തിലും ഒരു കശുവണ്ടി ഫാക്ടറി ഓപ്പണാക്കി അവർ പങ്കാളിയാകുന്ന ഒരു കാര്യം ചെയ്യും. 2, തീരദേശ മേഖലയിൽ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതിയുണ്ട്, ജൽജീവൻ പദ്ധതി. അതിനെ കൃത്യമായി ഇവിടെ സർക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ സെൻട്രൽ ഗവൺമെൻറ് വഴി ഇംപ്ലിമെൻറ്റ് ചെയ്യും. നമ്മൾ പ്രാക്കുളം എന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ ഹൈവേയിലേക്ക് ഒരു കണക്ഷനുണ്ട്. അത് കണക്ട് ചെയ്യുന്നതിനുള്ള പാലം ഏകദേശം 400-500 മീറ്റർ ഉണ്ട്. 9 കിലോമീറ്റർ ദൂരത്തിൽ യാത്ര ചെയ്യുന്ന ഒഴിവാക്കി പ്രാക്കുളത്തെ മെയിൻ സ്ഥലവുമായി ബന്ധിപ്പിക്കാൻ പറ്റുക, ടൂറിസം മേഖലയ്ക്കുള്ള സാധ്യത വികസിപ്പിച്ച് തൊഴിൽ ഇവർക്ക് ഉണ്ടാക്കാനുള്ള വഴികൾ ഉണ്ടാക്കുക. നമ്മൾ കേരളത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനേക്കാളും ഉള്ള ഹോസ്പിറ്റലുകളെ പൂർണ്ണമായും ഉപയോഗപ്രദമാക്കുക, മാക്സിമം യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഞാൻ എന്ത് സാധനം ചെയ്യുന്നു എന്നുള്ളതല്ല, അതിനെ എത്രത്തോളം ഉപയോഗപ്രദമാക്കാം എന്നുള്ളത്. അടഞ്ഞു കിടക്കുന്ന മുറികളോ കെട്ടിടങ്ങളോ അല്ല വേണ്ടത്, ഉപയോഗമുള്ള ചെറിയ കെട്ടിടങ്ങളാവണം നാടിൻ്റെ വികസനത്തിൻ്റെ വഴി. അതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. ഏതായാലും തിരഞ്ഞെടുപ്പ് രംഗം ഗംഭീര ചൂടുപിടിച്ചിരിക്കുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും അതിഭീകരമായ പ്രചാരണ പ്രവർത്തനങ്ങളിലാണ്. കൊല്ലത്തിന്റെ BJP സ്ഥാനാർത്ഥിക്ക് ഡോക്ടർ പ്രതാപ് കുമാറിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.